ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? എ. ഭവാനി, ബി. പാമ്പാർ, സി. കബനി, ഡി. കുന്തിപ്പുഴ. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. കബനി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? എ. സോദി തിരുനാൾ, ബി. ഗൗരി ലക്ഷ്മി ബായ്, സി. ഗൗരി പാർവതി ബായ്, ഡി. ധർമ്മരാജ. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? ഉത്തരം ബി. ഗൗരി ലക്ഷ്മി ബായ്. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? എ. സേവന മേഖല, ബി. പ്രാഥമിക മേഖല, ഡി. ദ്വിതീയ മേഖല, സി. തൃതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഉത്തരം സി. ദ്വിതീയ മേഖല. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? എ. മന്ത്രിസഭ, ബി. പഞ്ചായത്ത്, സി. കോടതി, ഡി. ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഡി. ഉദ്യോഗസ്ഥ വൃന്ദം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? എ. പാരീസ് ഉടമ്പടി, ബി. മോസ്കോ ഉടമ്പടി, സി. വ്യവസായ ഉടമ്പടി, ഡി. ബോസ്റ്റൺ ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം എ. പാരീസ് ഉടമ്പടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? എ. രാഷ്ട്രപതി, ബി. ലോക്സഭാ സ്പീക്കർ, സി. ഉപരാഷ്ട്രപതി, ഡി. രാജ്യസഭ അധ്യക്ഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ബി. ലോക്സഭാ സ്പീക്കർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ലാഹോർ, ബി. അമൃത്സർ, സി. റാവൽപിണ്ടി, ഡി. ഗുരുദാസ്പൂർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എ. ലാഹോർ. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? എ. മലബാർ തീരം, ബി. സിർക്കാർ തീരം, സി. കോറമാണ്ടൽ തീരം, ഡി. കൊങ്കൺ തീരം. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡി. കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? എ. 2015 ഏപ്രിൽ 1, ബി. 2015 ജനുവരി 1, സി. 2015 ജൂലൈ 1, ഡി. 2015 ഒക്ടോബർ 1. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഉത്തരം ബി. 2015 ജനുവരി 1. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത്? എ. മറാത്ത സാമ്രാജ്യം, ബി. മുഗൾ സാമ്രാജ്യം, സി. വിജയനഗര സാമ്രാജ്യം, ഡി. ബാമിനി സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏത്? ഉത്തരം സി. വിജയനഗര സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്ത് ഗീസ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? എ. കിഴക്ക് പടിഞ്ഞാറ്, ബി. തെക്ക് പടിഞ്ഞാറ്, സി. വടക്ക് കിഴക്ക്, ഡി. തെക്ക് കിഴക്ക്.
ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തുഗീസ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഡി. തെക്ക് കിഴക്ക്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. എ. ഹരിത വിപ്ലവം, ബി. ഗരീബി ഹഠാവോ, സി. വ്യവസായവൽക്കരണം, ഡി. പുത്തൻ സാമ്പത്തിക നയം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏത്? ഉത്തരം എ. ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? എ. 2034 അടി, ബി. 2430 അടി, സി. 2403 അടി, ഡി. 2340 അടി. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം സി. 2403 അടി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏത്? എ. ഓംബുഡ്സ്മാൻ, ബി. വിജിലൻസ് കമ്മീഷൻ, സി. ലോകായുക്ത, ഡി. ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ഡി. ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഖരം, ബി. ദ്രാവകം, സി. വാതകം, ഡി. പ്ലാസ്മ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ. ഖരം. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? എ. 2019, ബി. 2011, സി. 2012, ഡി. 2013. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം സി. 2012. പോസ്കോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012-ലാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? എ. ബീഹാർ, ബി. കേരളം, സി. ഒഡീഷ, ഡി. ആസാം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഡി. ആസാം. ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? എ. ജാതി ലക്ഷണം, ബി. ജാതി കുമ്മി, സി. ഈശ്വരവിചാരം, ഡി. ജാതി മീമാംസ. ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ഉത്തരം ബി. ജാതി കുമ്മി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്ത്? എ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, സി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്ത്? ഉത്തരം എ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് എ. ഫാസിക്കിൾ, ബി. മയോഫൈബ്രിൻ, സി. സർക്കോമിയർ, ഡി. ആക്റ്റിൻ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഉത്തരം സി. സർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? എ. കോർട്ടിസോൾ, ബി. തൈമോസിൻ, സി. ഇൻസുലിൻ, ഡി. വാസോപ്രസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉത്തരം ബി. തൈമോസിൻ.
ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു: എ യൂറിയ, ബി അമോണിയ, സി ജലം, ഡി യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു: ഉത്തരം ഡി യൂറിക് ആസിഡ്. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ആ 3 സംസ്ഥാനങ്ങളിൽ പെടാത്തത്? എ മണിപ്പൂർ, ബി മേഘാലയ, സി നാഗാലാൻഡ്, ഡി ത്രിപുര. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ 1 അല്ലാത്തത്? ഉത്തരം സി നാഗാലാൻഡ്. അപ്പോൾ 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21 അവിടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ച 3 സംസ്ഥാനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് ആ 3 സംസ്ഥാനങ്ങൾ. അതിൽ പെടാത്തതാണ് നാഗാലാൻഡ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? എ മോത്തിലാൽ നെഹ്റു, ബി സുഭാഷ് ചന്ദ്രബോസ്, സി ബി ജി തിലക്, ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഉത്തരം ബി സുഭാഷ് ചന്ദ്രബോസ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? എ രാമൻ നമ്പി, ബി തലക്കൽ ചന്തു, സി പഴശ്ശിരാജ, ഡി എടച്ചേന കുങ്കൻ. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ രാമൻ നമ്പി. കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ ശ്രീനാരായണ ഗുരു, ബി അയ്യങ്കാളി, സി ചട്ടമ്പി സ്വാമികൾ, ഡി സ്വാമി വിവേകാനന്ദൻ. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? എ 1990, ബി 1992, സി 1991, ഡി 1959. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം സി 1991. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? എ സ്പാനിഷ്, ബി ഫ്രഞ്ച്, സി അറബി, ഡി പോർച്ചുഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഉത്തരം ഡി പോർച്ചുഗീസ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എ തൃശ്ശൂർ, ബി കണ്ണൂർ, സി കോഴിക്കോട്, ഡി മലപ്പുറം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഉത്തരം സി കോഴിക്കോട്.
2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എ. ദക്ഷിണ കൊറിയ, ബി. അഫ്ഗാനിസ്ഥാൻ, സി. ഇന്ത്യ, ഡി. ജപ്പാൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം ഡി. ജപ്പാൻ. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച് സംസ്ഥാനം ഏത്? എ. ജാർഖണ്ഡ്, ബി. മഹാരാഷ്ട്ര, സി. ഒറീസ, ഡി. ഛത്തീസ്ഗഡ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏത്? ഉത്തരം എ. ജാർഖണ്ഡ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? എ. രണ്ടാമൂഴം, ബി. ഉമ്മാച്ചു, സി. അഗ്നിസാക്ഷി, ഡി. ഇനി ഞാൻ ഉറങ്ങട്ടെ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ഉത്തരം സി. അഗ്നിസാക്ഷി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? എ. പാലക്കാട്, ബി. മലപ്പുറം, സി. കോഴിക്കോട്, ഡി. തൃശൂർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി. മലപ്പുറം. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? എ. ജി. അരവിന്ദൻ, ബി. അടൂർ ഗോപാലകൃഷ്ണൻ, സി. പി. പത്മരാജൻ, ഡി. ഭരതൻ. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം എ. ജി. അരവിന്ദൻ. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? എ. 1922, ബി. 1924, സി. 1926, ഡി. 1928. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? ഉത്തരം ബി. 1924. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? എ. തകഴി ശിവശങ്കരൻ പിള്ള, ബി. പി. സി. കുട്ടിക്കൃഷ്ണൻ, സി. എസ്. എൽ. പൂരം സദാനന്ദൻ, ഡി. രാമു കാര്യാട്ട്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? ഉത്തരം സി. എസ്. എൽ. പൂരം സദാനന്ദൻ. ജി. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? എ. എസ്. ഗുപ്തൻ നായർ, ബി. ജോസഫ് മുണ്ടശ്ശേരി, സി. എം. ലീലാവതി, ഡി. സുകുമാർ അഴീക്കോട്. ജി. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഉത്തരം എ. എസ്. ഗുപ്തൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? എ. റസൂൽ പൂക്കുട്ടി, ബി. സത്യജിത് റോ, സി. പി. ജെ. ആന്റണി, ഡി. എം. ടി. വാസുദേവൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം എ. റസൂൽ പൂക്കുട്ടി.